ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ നമ്മളുള്ളത് ഇംഗ്ലണ്ടിലാണ്. നമ്മളിവിടെ നിന്ന് സ്കോട്ട്ലൻഡിൽ പോവാണ്. ഈ കാണുന്ന ഔഡി Q7 നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്കോട്ട്ലൻഡിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മൾ ഇറങ്ങിയപ്പോൾ മഴയായിരുന്നെങ്കിൽ ഇപ്പം മഴ ഒന്ന് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചെന്ന് കയറാൻ പോകുന്ന ഹൈവേ ആണ് UK ഫസ്റ്റ് ഹൈവേ. അതുകൊണ്ടാണ് ഇതിന് A1 എന്ന് പേര് വന്നത്. അങ്ങനെ പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും നല്ല മഴ തുടങ്ങി. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ തുടങ്ങുന്നത് ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റലായ ലണ്ടനിൽ നിന്ന് സ്കോട്ട്ലൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബറ വരെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വണ്ടികളൊക്കെ ലണ്ടൻ സൈഡിലോട്ടും പോകും. ഈ കാണുന്നതാണ് ഏഞ്ചൽ ഓഫ് ദി നോർത്ത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ന്യൂകാസിലാണ്. ഇപ്പം സമയം ഏകദേശം 8 മണിയായി. റോഡിൽ നല്ല തിരക്കുണ്ട്, ഓഫീസ് ടൈമാണ് ഇപ്പം. ഇത് നോർത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും തിരക്കുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു സിറ്റിയാണ് ന്യൂകാസിൽ. ഏതൊരു ലോങ് ജേണി തുടങ്ങണമെങ്കിൽ പിന്നെ നമ്മൾ ഡീസൽ അടിക്കണമല്ലോ. അപ്പോൾ ഡീസൽ അടിക്കാൻ വേണ്ടി നമ്മൾ കോസ്കോയിലെത്തി. ഇനിയിപ്പോൾ ഡീസൽ അടിച്ചിട്ട് ബാക്കി യാത്ര തുടരാം. ഈ കാണുന്നതാണ് ഗൈസ് ഇംഗ്ലണ്ടിലെ ലാസ്റ്റ് കഫേ, ഈ വഴിയിലെ. കാരണം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സ്കോട്ട്ലൻഡാണല്ലോ. ഇനി വെറും 4 മിനിറ്റിൽ നമ്മൾ സ്കോട്ട്ലൻഡ് എത്തും. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നല്ല മഴയായതുകൊണ്ട് നല്ല ഫോഗും കാര്യങ്ങളുമാണ്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് 840 ഫീറ്റ് ഹൈറ്റിലാണ്. മഴയും നല്ല തണുപ്പും പിന്നെ പുറത്ത് നല്ല ഫോഗായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാന്ന് മാത്രം. സ്കോട്ടിഷ് ബോർഡർ വ്യൂ പോയിന്റ്. സ്കോട്ടിഷ് ബോർഡർ. അങ്ങനെ നമ്മൾ സ്കോട്ട്ലൻഡ് എത്താറായി ഗൈസ്. നല്ല ഹൈറ്റിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അത് ഐസ് വീഴുന്ന റോഡ് കവറാകുമ്പോൾ റോഡ് എവിടെയെന്ന് അറിയാൻ പറ്റുന്ന സാധനം. അതിനാണ് കോല് ഒഴിച്ചിട്ടാണ്. നല്ല ഹൈറ്റിലേക്ക് കയറണോണ്ട് തന്നെ ചെവി അടയുണ്ട്. ഇപ്പോഴേ നമ്മൾ 1180 ഫീറ്റ് ഹൈറ്റിൽ, 1200 ഫീറ്റ്. ഇനിയിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. നല്ല വ്യൂ ഉള്ള സ്ഥലമായിരുന്നു. പക്ഷേ ഫോഗ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങൾ തന്നെ കഷ്ടിച്ചാണ് കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ സ്കോട്ട്ലൻഡ് എത്തി ഗൈസ്. ഇവിടെ വെൽക്കം ടു സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. അതിൻ്റെ ബാക്കിലായിട്ട് സ്കോട്ട്ലൻഡിൻ്റെ ഫ്ലാഗ് ഇവിടെ കല്ലിൽ കൊത്തിയൊരു സ്കോട്ട്ലൻഡ് കല്ലിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇപ്പം വായക്കോടെയൊക്കെ ഇങ്ങനെ പുകവണ കാണാം. ഇവിടെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ട് ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും. ഈ കാണുന്നതാണ് സ്കോട്ട്ലൻഡ്, ഇവിടെ ഇംഗ്ലണ്ട്. നമുക്ക് അവിടെ ഇംഗ്ലണ്ടിൻ്റെയും ഒരു ഫ്ലാഗ് കാണാം. അതായത് ഈ കല്ലിൻ്റെ ഇപ്പുറം ഇംഗ്ലണ്ടും കല്ലിൻ്റെ ആ സൈഡ്, അതായത് അപ്പുറത്തേക്ക് സ്കോട്ട്ലൻഡുമാണ്. ഒരുവിധം നല്ല തണുപ്പുണ്ട്. മഴയായിരുന്നു ഇത്ര നേരം. ഇപ്പം ഫോഗ് വന്ന് ചുറ്റും കാണാനൊന്നുമില്ല അധികം. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഇവിടെ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കാണാം. അതായത് നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇംഗ്ലണ്ടും ഇപ്പം ഞാൻ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലുമാണ്. നമ്മൾ സ്കോട്ട്ലൻഡിൽ കയറി ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ബോർഡറിൽ തന്നെ ഇട്ടാണു. ഇപ്പോൾ ഇവിടെ 1390 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. നമ്മൾ വന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്. നമ്മൾ വണ്ടി അവിടെ ഇട്ട് സ്കോട്ട്ലൻഡ് ഫ്ലാഗ് ബാക്ക്ഗ്രൗണ്ട് വരാവുന്ന പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ ഒരു പഴയ ഡിഫൻഡർ കിടപ്പുണ്ട്. അങ്ങനെ ഒരുവിധം നല്ല തണുപ്പുണ്ട്. ഞാനാണെങ്കിൽ ജാക്കറ്റ് ഒന്നും എടുക്കാതെയാണ് വന്നത്. അതുകൊണ്ട് തണുത്ത് ഇങ്ങനെ വിറയ്ക്കുന്നു. ഇവിടെ ഇനി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഇവിടെ വെൽക്കം ടു സ്കോട്ട്ലൻഡ് എന്നൊരു ബോർഡും സ്കോട്ട്ലൻഡിൻ്റെ കുറച്ച് ചരിത്രവും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ച് കാണാം. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇത്. അതിന് ചുറ്റും കുറേ ടൗണുകളുണ്ട്. ആ ടൗണുകളുടെ കുറച്ച് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനധികം വായിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ വായിക്കാതെ ബാക്കി ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ പോകുന്നു. ഈ കാണുന്നതാണ് UK പഴയ ഫ്ലാഗ്. UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നതാണ്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അതുപോലെ നോർത്തേൺ അയർലൻഡ്. ഇപ്പോൾ ഈ പഴയ ഫ്ലാഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഈ ഫ്ലാഗും അതുപോലെ സ്കോട്ട്ലൻഡിൻ്റെ ഈ ഫ്ലാഗിൻ്റെയും മിക്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയത് കാണുന്ന UK ഫ്ലാഗ് 1801 പുറത്തിറക്കിയതാണ്. അതിൽ നോർത്തേൺ അയർലൻഡിൻ്റെ ഫ്ലാഗും കൂടിയും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും പുതിയ ഫ്ലാഗ്.
നല്ല രീതിയിൽ ഫോഗുണ്ട്, അതുകൊണ്ട് കാര്യമായിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. മഴയും ചാറുണ്ട് അതുകൊണ്ട് നല്ല തണവുള്ളത് കൊണ്ടും പെട്ടെന്ന് തന്നെ വണ്ടി കയറാമെന്ന് വെച്ച് വണ്ടിയുടെ അവിടേക്ക് നടക്കുമ്പോൾ നമ്മളിങ്ങനെ വന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ക്യാമ്പർ വാനുകളൊക്കെ പാർക്ക് ചെയ്ത് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതായത് മിക്ക സ്ഥലത്ത് ഇവിടെ യൂറോപ്പിൽ മിക്കവരും ക്യാമ്പർ വാനൊക്കെ എടുത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യലായിരിക്കുമല്ലോ. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ക്യാമ്പർ വാൻ കിടപ്പുണ്ട്. നമ്മുടെ വണ്ടി വന്നു. അപ്പം നമുക്ക് വണ്ടി കയറി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ 2 ആടുകളെ കണ്ടു. ഒന്ന് ചെമ്പരി ആടുകളാണ് രണ്ടും. ഒന്നിൻ്റെ മേത്ത് പൊടിയുണ്ട്, മറ്റേത് ഷേവ് ചെയ്ത് വിട്ടേക്കാണ്. എൻ്റെ കാലിന് എന്തോ പറ്റിയ ആടാ, തൊങ്കി തൊങ്കി പോകുന്നു. അവിടെ അങ്ങനെ വെള്ളം ഒഴുകുന്നൊരു സ്ഥലമുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷേ ഫോഗായതുകൊണ്ട് നല്ല മൂടലുണ്ട്. പിന്നെ മഴ ഇപ്പം ഒന്ന് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത്ര നേരം വന്ന വഴിയിൽ. നമ്മൾ ചുമ്മാ ഒരു ഡ്രൈവിന് പോയതായിരുന്നു. അപ്പോൾ ഡ്രൈവ് കഴിഞ്ഞ് വീണ്ടും സ്കോട്ട്ലൻഡിൽ നിന്ന് ഇറങ്ങി ഇവിടെ വെൽക്കം ടു സ്കോട്ടിഷ് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഇവിടെ നേരെ വെൽക്കം ടു ഇംഗ്ലണ്ടും ഒരു ബോർഡ് കാണാം. ഇതിപ്പോൾ ഇംഗ്ലണ്ടിൻ്റെയും സ്കോട്ട്ലൻഡിൻ്റെയും ഇടയിലുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ പുറത്ത് നിറച്ച് ഈച്ചയുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ സ്കോട്ട്ലൻഡിനോട് ബൈ പറഞ്ഞ് ഇംഗ്ലണ്ടിലോട്ട് കയറാൻ പോകുന്നു. അതിരാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഗൈസ്. അതുകൊണ്ട് കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ബർഗർ ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പം അതിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ വ്യൂവും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളങ്ങനെ പോയി ഹെക്സം എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പഴയ ടൗണിലേക്ക് വന്ന് കയറി. അവിടെ ഒരു റെഡ് ടെലിഫോൺ ബൂത്ത് കാണാം. നമ്മുടെ UK പഴയ ടെലിഫോൺ ബൂത്താണല്ലോ. അത് പറഞ്ഞാൽ പഴയത് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ വിൻഡ് മിൽസൊക്കെ വിസിബിളായി തുടങ്ങി. ക്ലൗഡ്സൊക്കെ കുറച്ച് മാറി. ഇത് ടൊറൻറ്റോ അല്ലേ? നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് UK ടൊറൻറ്റോ. ഈ പേരിൽ നിന്നൊക്കെയാണ് കാനഡയിൽ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായത്. ഈ കാണുന്നതാണ് ബിഷപ്പ് ഓക്ലൻഡ് നമ്മുടെ ന്യൂസിലൻഡിലുള്ള സ്ഥലം. ആ പേരും ഏകദേശം ഇവിടെ നിന്നൊക്കെ തന്നെ എടുത്തതാണ്. UK എന്നാണ് മിക്ക കൺട്രീസിലെ സ്ഥലങ്ങളുടെ പേരുകളൊക്കെ എടുത്തങ്ങനെ. ഇന്ന് മഴയും ഫോഗും ഒക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആണ്. ഞങ്ങൾ സ്കോട്ട്ലൻഡിൻ്റെ ബോർഡറിൽ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കയറി നോക്കാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും കയറി നോക്കിയിട്ടൊന്ന് ഫോളോ ഒക്കെ ചെയ്യാം. പിന്നെ ഞാൻ അടുത്ത മാസം വീണ്ടും സ്കോട്ട്ലൻഡ് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പറ്റുകയാണെങ്കിൽ അവിടെയൊക്കെ പോകാം. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ തന്നെയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് ഡബ്ലിനിൽ പോവാണ്. അത് ഹൈ സ്പീഡ് ട്രെയിനും ബസ്സും അതുപോലെ ഫ്ലൈറ്റൊക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ അതുപോലത്തെ വീഡിയോകളൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.